അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഉത്സവത്തിന് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലൊരു പ്രശസ്തമായ ഒരു അമ്പലമാണ് ശ്രീ വളയനാട് ദേവീക്ഷേത്രം. തളിയൊക്കെ പോലത്തെ ഒരു ഫേമസ് ആയ ക്ഷേത്രമാണ്. കുറച്ച് ദിവസമായി ഉത്സവം തുടങ്ങിയിട്ടെങ്കിലും ഞങ്ങൾക്ക് പോകാൻ ടൈം കിട്ടിയില്ല. ഇന്നാണ് പോകുന്നത്. ഇന്ന് മെഗാ ഗാനമേള എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. നാളെ വരെയാണ് ഉത്സവം ഉള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞാൻ ഉത്സവത്തിന് പോകുന്നതിന് മുന്നേ ഞങ്ങളെ ഫ്രണ്ട് ചേച്ചീൻ്റെ വീട്ടിലെത്തി. ഇവരെ കൂട്ടിയിട്ട് വേണം ഉത്സവത്തിന് പോകാൻ. ഇപ്പം എല്ലാവരും ഇവിടെ റെഡി തീർത്താന്ന് പറഞ്ഞേക്കുന്നേ. തീർത്താ ഇവളെന്തായാലും കാണിച്ചിട്ടേ ഉള്ളൂ. നിന്നെ കാണാൻ നല്ല. ഇതാണ് നമ്മുടെ ആശ്വാന. രാഹുലേട്ടൻ എനിക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കുന്നുണ്ട്. രാഹുലേട്ടൻ ഉണ്ടാക്കും ചപ്പാത്തി ചപ്പാത്തി പനീർ കറിയും. ഓ ചീ കൊള്ളാം, സൂപ്പർ. വെറുതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് ഞാൻ പറയട്ടെ. തീർത്ത പാവം ഗർഭിണീനെ പണിയെടുപ്പിക്കും. ആയി ഫുൽക്ക പോലെയായി. തീർത്ത യു ആർ ഗ്രേറ്റ്. ബാ 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 ബാ. അയ്യോ വീണോ? എവിടെയാ വീണേ? ഒന്ന് നോക്ക്, അമ്മയൊന്ന് നോക്കോ? ഒന്ന് നോക്ക് ഷാന, ഒന്ന് നോക്കിക്കോളെ. സാധനം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നോക്ക്, ഇൻഡക്ഷൻ കുക്കറിന്റെ മേലെ പേപ്പർ വെച്ചിട്ട് അതിന്റെ മേലെ കുക്ക് ചെയ്യുന്നു. ഇതിന്റെ ഐഡിയ എന്താ ചെയ്യും? അപ്പൊ ചൂടാവും സാധാരണ പോലെ തന്നെ. വെറൈറ്റി ഐഡിയ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നീ കണ്ടിട്ടുണ്ടോ? കൊള്ളാം, അടിപൊളി ഐഡിയ. ചപ്പാത്തി വേണോ അമ്മേ? തെച്ചുവിന്റെ പ്ലേറ്റ് ഇവിടെ തൽക്കാലം ഫൈനലി നമ്മൾ ഉത്സവം കാണാൻ പോവുകയാണ്. ഈ ബലൂൺ നല്ല രസമുണ്ടല്ലേ, വെറൈറ്റി. നല്ല തിരക്കാണ്. ഓ ഭയങ്കര കുരങ്ങിന്റെ മാസ്ക്. തീർത്തക്കേറ്റു. തീർത്ത വാങ്ങുന്നോ? തങ്ങിച്ചോ? അയ്യോ നല്ല രസമുണ്ട് തീർത്ത. അവര് കാണണ്ട. ആ പാമ്പ് പാമ്പ് ഇതാ പാമ്പ് തൂങ്ങി കിടന്നു. റോഡ് നിറയെ ആൾക്കാരും വണ്ടിയും ബഹളം. ഓഫ്നോ ദക്ഷുവിന് പാവക്കുട്ടീനെ കിട്ടിയല്ലേ? പക്ഷെ ഞാൻ ഇടൂല. ഈ ബട്ടർഫ്ലൈ ഡ്രസ് ഉണ്ട്. എനിക്ക് വേണ്ട. ഞാൻ രസമുണ്ടെന്നല്ലേ പറഞ്ഞു. വേണമെന്നൊന്നുമില്ല. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. ഈ കയ്യിൽ ഇനി വളയിടാൻ സ്ഥലമില്ല. ഇതിനു വേണ്ടി വള തരുന്നൊരു നോക്കത്തില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വേണം? എന്താ അവിടെ വെച്ചേ? ഈ പാട്ടിന്റെ സംഗീത സംവിധായകൻ കൈലാസ് മേനൻ സാറാണ്.
അരതാരം ചെയ്ത് വരികയും എല്ലാ കൊല്ലവും പള്ളിവേട്ടേൻ്റെ തലേദിവസമായിരിക്കും മെഗാ ഗാനമേള ഉണ്ടാവുക. നല്ല തിരക്കായിരുന്നു. രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് സ്റ്റേജിൽ വരെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഏതോ റിയാലിറ്റി ഷോയിലെ ഫേമസായ സിംഗേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ ഐതിഹ്യവും വിശ്വാസവും ഏറെ ചേർന്നിരിക്കുന്ന അമ്പലങ്ങളിലൊന്നാണ് വളയനാട് ദേവീക്ഷേത്രം. സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസനാ ദേവിയാണ് വളയനാട് ദേവി. ദേവിയുടെ വളയെറിഞ്ഞാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. കഥ എങ്ങനെയാണ്? ഒരിക്കൽ ദേവിയുടെ അനുഗ്രഹം നേടാൻ സാമൂതിരി തപസ് അനുഷ്ഠിച്ചു. തപസ്സിൻ്റെ ഫലമായി ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. തൻ്റെ കൂടെ വരണമെന്നാവശ്യപ്പെട്ട സാമൂതിരിയോട് ദേവി ഒരു നിബന്ധന വെച്ചു. യാത്രയിൽ എപ്പോഴെങ്കിലും പിന്തിരിഞ്ഞു നോക്കിയാൽ താൻ തിരികെ പോകുമെന്നായിരുന്നു അത്. മുൻപിൽ സാമൂതിരി രാജാവും പിന്നിൽ ഭഗവതിയും യാത്ര തുടർന്നു. കുറേ സമയം പിന്നിട്ടപ്പോൾ ദേവിയുടെ കാൽച്ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ സാമൂതിരി തിരിഞ്ഞു നോക്കി. ഇത് കണ്ട ദേവി തൻ്റെ കയ്യിലെ വളയുരി എറിഞ്ഞു. ആ വള വീണ സ്ഥലത്തായിരിക്കും എൻ്റെ സാന്നിധ്യമെന്ന് പറഞ്ഞു. ഇതാണ് അമ്പലത്തിൻ്റെ ഐതിഹ്യം. എനിക്ക് ഈ ഐതിഹ്യമൊക്കെ പറഞ്ഞു തന്നത് അപ്പൂൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടി അമ്പലപ്പറമ്പൊക്കെ ഒന്ന് തെണ്ടി നമ്മുടെ ചേട്ടൻ്റെ കുട്ടിക്ക് 2 കളിപ്പാട്ടമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ നല്ല ഹൈഡ്രജൻ ബലൂൺ കണ്ടു. അപ്പോൾ അവന് 2 ഹൈഡ്രജൻ ബലൂണും വാങ്ങി ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അവർ ഗാനമേളയൊക്കെ കണ്ടിട്ടാണ് പോയത്. ഞങ്ങൾ വേഗം ഇങ്ങോട്ട് തിരിച്ചു പോന്നു.